ഏവർക്കും ലേൺസിയോയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇനി അടുത്തതായി പഠിക്കുന്നത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചാണ്. അതിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 18 എണ്ണമാണ്. അപ്പം 18 വന്യജീവി സങ്കേതങ്ങളാണ് നിലവിൽ നമ്മുടെ കേരളത്തിൽ ഉള്ളത്. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ചോദിച്ചാൽ ഇടുക്കി ജില്ലയാണ്. 4 വന്യജീവി സങ്കേതങ്ങളാണ് ഇടുക്കി ജില്ലയിലുള്ളത്. അപ്പം കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട്? 18 വന്യജീവി സങ്കേതങ്ങളുണ്ട്. അതിൽ 4 എണ്ണം എവിടെയാണ്? ഇടുക്കിയിലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. 2018 രാജ്യത്തെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനം എന്ന ബഹുമതി ലഭിച്ചത് കേരളത്തിനാണ്. അപ്പൊ എന്താണ്? 2018 രാജ്യത്തെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനം എന്ന ബഹുമതി ലഭിച്ചത് നമ്മുടെ കേരളത്തിനാണ്. അപ്പൊ നിലവിൽ 18 വന്യജീവി സങ്കേതങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. എത്ര എണ്ണമുണ്ട്? 4 എണ്ണമാണ് ഉള്ളത്. ഇനി നമുക്ക് പെരിയാർ വന്യജീവി സങ്കേതത്തെ കുറിച്ച് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് ഇത്, പെരിയാർ വന്യജീവി സങ്കേതം. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ചോദിച്ചാൽ പെരിയാർ വന്യജീവി സങ്കേതമാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് പെരിയാർ വന്യജീവി സങ്കേതം. അപ്പൊ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് ഇത്, പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. അപ്പൊ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് ഇത്, പെരിയാർ വന്യജീവി സങ്കേതം. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യ കടുവ വന്യജീവി സങ്കേതം ചോദിച്ചാൽ പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യ കടുവ വന്യജീവി സങ്കേതം ഇന്ത്യയിലെ 10ാമത്തെ കടുവ സങ്കേതം. അപ്പം കേരളത്തിലെ 1ാമത്തെയും ഇന്ത്യയിലെ 10ാമത്തെയും കടുവ സങ്കേതം ഏതാണ്? അതും പെരിയാർ ടൈഗർ റിസർവ് ആണ്. കേരളത്തിലെ ആദ്യ കടുവ വന്യജീവി സങ്കേതം ചോദിച്ചാലും പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിലാണ്. അപ്പൊ നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിലാണ് പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത്. എങ്ങനെയാണ്? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. അപ്പൊ കേരളത്തിലെ ആദ്യ കടുവ സങ്കേതവും ഇന്ത്യയിലെ എത്രാമത്തെ ആയിരുന്നു? 10ാമത്തെ കടുവ സങ്കേതവുമായിരുന്നു. തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിലാണ്. 1934 നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവാരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. 1934 ആരായിരുന്നു തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. 1934 നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവാരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറിയുടെ ആദ്യ വാർഡൻ ചോദിച്ചാൽ റോബിൻസൺ ആണ്. ആരാണ്? റോബിൻസൺ ആയിരുന്നു നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറിയുടെ ആദ്യ വാർഡൻ. അപ്പം ആ സമയത്ത് തിരുവിതാംകൂർ രാജാവാരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. ആദ്യത്തെ വാർഡൻ ആരായിരുന്നു? റോബിൻസൺ ആയിരുന്നു. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേര് ചോദിച്ചാൽ തേക്കടി വന്യജീവി സങ്കേതം എന്നാണ്. അപ്പൊ തേക്കടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നതും എന്തിനെയാണ്? പെരിയാർ വന്യജീവി സങ്കേതത്തെയാണ്. അപ്പൊ 1934 നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവാരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറിയുടെ ആദ്യ വാർഡൻ ആരായിരുന്നു? റോബിൻസൺ ആണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേര് ചോദിച്ചാൽ തേക്കടി വന്യജീവി സങ്കേതം എന്നതാണ്. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? പീരുമേടാണ്. ഇടുക്കി ജില്ലയിലെ പീരുമേടാണ്
പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക്. അപ്പൊ പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? പീരുമേടാണ്. ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ പെരിയാർ വന്യജീവി സങ്കേതമാണ്. അപ്പോൾ ശബരിമല ഏത് വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ്. പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1950. അപ്പൊ പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം എന്നാണ്? 1950. പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം 1978. അപ്പൊ പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1950 ആണെങ്കിൽ പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം 1978. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ചോദിച്ചാൽ 1982. അപ്പൊ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1982. അപ്പൊ പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചാൽ പീരുമേട് താലൂക്കാണ്. ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം എന്നാണ്? 1950. പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം ചോദിച്ചാൽ 1978. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ചോദിച്ചാൽ 1982. പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫന്റിന് കീഴിലായ വർഷം 1992. അപ്പൊ പ്രോജക്റ്റ് എലിഫന്റ് വന്നതെന്നാണ്? 1992. ആ വർഷം തന്നെയാണ് പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫന്റിന് കീഴിലായതും. ഏത് വർഷം തന്നെയാണ്? 1992 തന്നെയാണ്. പെരിയാർ കടുവ സംരക്ഷണ പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. അപ്പൊ പെരിയാർ കടുവ സംരക്ഷണ പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം എന്നിവയാണ്. പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയമാണ് ഇത്? മംഗളാദേവി ക്ഷേത്രം. അപ്പൊ മംഗളാദേവി ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണ്? പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയമാണ് ഇത്? മംഗളാദേവി ക്ഷേത്രം. അപ്പൊ പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫന്റിന് കീഴിലായ വർഷം 1992. പെരിയാർ കടുവ സംരക്ഷണ പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കിയും പത്തനംതിട്ടയും അതുപോലെ തന്നെ കോട്ടയവുമാണ്. പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയം ചോദിച്ചാൽ മംഗളാദേവി ക്ഷേത്രമാണ്. പെരിയാർ ടൈഗർ റിസർവിന്റെ വിസ്തീർണം 777 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇത് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ഡിപ്പാർട്ട്മെന്റ് രേഖകൾ പ്രകാരമാണ് 777 ചതുരശ്ര കിലോമീറ്റർ. എന്നാൽ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി പ്രകാരം 925 ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തീർണം. അപ്പൊ പെരിയാർ ടൈഗർ റിസർവിന്റെ വിസ്തീർണം 777 ചതുരശ്ര കിലോമീറ്റർ കേരള ഫോറസ്റ്റ് വൈൽഡ് ഡിപ്പാർട്ട്മെന്റ് രേഖകൾ പ്രകാരം. എന്നാൽ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി പ്രകാരം 925 ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തീർണം. 2018 രാജ്യത്തെ ഏറ്റവും മികച്ച കടുവ സങ്കേതമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ ടൈഗർ റിസർവും അതിനോടൊപ്പം തന്നെ പെഞ്ച് ടൈഗർ റിസർവുമാണ്. അപ്പൊ 2018 രാജ്യത്തെ ഏറ്റവും മികച്ച കടുവ സങ്കേതമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ ടൈഗർ റിസർവും അതുപോലെ തന്നെ പെഞ്ച് ടൈഗർ റിസർവുമാണ്. ഈ പെഞ്ച് ടൈഗർ റിസർവ് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. 2018 രാജ്യത്തെ 50 കടുവ സങ്കേതങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ പ്രകാരമാണ് ഈ അവാർഡ് ലഭിച്ചത്, അല്ലെങ്കിൽ ഇത് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി നമുക്ക് മുത്തങ്ങ വന്യജീവി സങ്കേതത്തെ കുറിച്ച് നോക്കാം.
കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് ഇത് വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം. അപ്പൊ കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതം ചോദിച്ചാൽ വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. ഈ സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ആനയാണ്. അപ്പൊ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് എന്തിനെയാണ്? ആനയാണ്. അപ്പൊ ആനയാണ് എവിടെ സംരക്ഷിക്കപ്പെടുന്നത്? വയനാട് വന്യജീവി സങ്കേതം അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നത്. മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ വയനാട് ജില്ലയാണ്. അപ്പൊ മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരിയാണ്. അപ്പൊ വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? സുൽത്താൻ ബത്തേരിയാണ്. അപ്പൊ കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം. ഈ സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ആനയാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ വയനാടാണ്. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? സുൽത്താൻ ബത്തേരിയാണ്. ബേഗൂർ വന്യജീവി സങ്കേതം, തോൽപ്പട്ടി വന്യജീവി സങ്കേതം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. അപ്പൊ വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം ഏതൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്? ബേഗൂർ വന്യജീവി സങ്കേതം, തോൽപ്പട്ടി വന്യജീവി സങ്കേതം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഏതൊക്കെ പേരുകളാണ്? ബേഗൂർ വന്യജീവി സങ്കേതം, തോൽപ്പട്ടി വന്യജീവി സങ്കേതം. അപ്പൊ ഏതൊക്കെയാണ്? ബേഗൂർ വന്യജീവി സങ്കേതം, അതുപോലെ തന്നെ തോൽപ്പട്ടി വന്യജീവി സങ്കേതം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? വയനാട് വന്യജീവി സങ്കേതമാണ്. വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1973 അപ്പൊ വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1973 എന്നാണ്. 1973 വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ഇത് വയനാട് വന്യജീവി സങ്കേതം. അപ്പൊ എന്താണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ വയനാട് വന്യജീവി സങ്കേതമാണ്. മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നീ താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന വന്യജീവി സങ്കേതവും ഏത് തന്നെയാണ്? വയനാട് വന്യജീവി സങ്കേതമാണ്. അപ്പൊ മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നീ താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫന്റിന് കീഴിൽ വന്ന വർഷവും ഏത് വർഷം തന്നെയാണ്? 1992 തന്നെയാണ്. പ്രോജക്റ്റ് എലിഫന്റ് വന്ന 1992 തന്നെയാണ് വയനാട് വന്യജീവി സങ്കേതവും പ്രോജക്റ്റ് എലിഫന്റിന് കീഴിൽ വന്ന വർഷം എന്ന് തന്നെയാണ് 1992. അപ്പൊ നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ വയനാട് വന്യജീവി സങ്കേതമാണ്. മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നീ താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ വയനാട് വന്യജീവി സങ്കേതമാണ്. വയനാട് വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫന്റിന് കീഴിൽ വന്ന വർഷം ചോദിച്ചാൽ 1992 കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതം ചോദിച്ചാൽ വയനാട് വന്യജീവി സങ്കേതമാണ്. അപ്പൊ എന്താണ് പ്രത്യേകത? കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതം ചോദിച്ചാൽ അതും വയനാട് വന്യജീവി സങ്കേതമാണ്. കർണാടകത്തിലെ നാഗർഹോള, ബന്ദിപ്പൂർ, അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾക്ക് ഇടയിലായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതവും ഏത് തന്നെയാണ്? വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. അപ്പൊ കർണാടകത്തിലുള്ള നാഗർഹോള, അതുപോലെ തന്നെ എന്താണ്? ബന്ദിപ്പൂർ. അപ്പൊ ബന്ദിപ്പൂരും നാഗർഹോളയും ഒക്കെ എവിടെയാണ്? കർണാടകയിലാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ മുതുമല എന്ന ദേശീയോദ്യാനങ്ങൾ, അതുപോലെ തന്നെ മുതുമല ദേശീയോദ്യാനം എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. അപ്പൊ കർണാടകത്തിലെ നാഗർഹോള, ബന്ദിപ്പൂർ, അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾക്ക് ഇടയിലായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ ഏതാണ്? വയനാട് വന്യജീവി സങ്കേതമാണ്. ഇനി നമുക്ക് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെ കുറിച്ച് നോക്കാം.
പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1973 അപ്പൊ പറമ്പിക്കുളം വന്യജീവി സങ്കേതം എന്നാണ് നിലവിൽ വന്നത്? 1973 കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് ആണ് പറമ്പിക്കുളം. ഒന്നാമത്തെ ഏതായിരുന്നു? പെരിയാറാണ്. അത് ഇന്ത്യയിലെ 10ാമത്തെ ടൈഗർ റിസർവ് ആണെങ്കിൽ ഇന്ത്യയിലെ 38ാമത്തെ ടൈഗർ റിസർവ് ആണ് ഇത് പറമ്പിക്കുളം. അപ്പൊ കേരളത്തിലെ രണ്ടാമത്തെയും ഇന്ത്യയിലെ 38ാമത്തെയും ടൈഗർ റിസർവ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പറമ്പിക്കുളമാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം 2010 അപ്പൊ പറമ്പിക്കുളം വന്യജീവി സങ്കേതം ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം 2010 ജയറാം രമേശ് ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന ജയറാം രമേശ് ആയിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1973 കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് പറമ്പിക്കുളമാണ്. ഇന്ത്യയിലെ എത്രാമത്തെയാണ്? 38ാമത്തെയാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം ചോദിച്ചാൽ 2010 ജയറാം രമേശ് ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. പറമ്പിക്കുളം വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. അതുപോലെ തന്നെ പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ മുതലമടയാണ്. ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മുതലമടയാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം ചോദിച്ചാൽ തുണക്കടവാണ്. എവിടെയാണ്? തുണക്കടവാണ്. അപ്പം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ മുതലമടയാണ്. ആസ്ഥാനം ചോദിച്ചാൽ തുണക്കടവാണ്. അപ്പൊ പറമ്പിക്കുളം വന്യജീവി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ മുതലമടയാണ്. ആസ്ഥാനം ചോദിച്ചാൽ തുണക്കടവുമാണ്. കേരളത്തിലെ ഔദ്യോഗിക പ്രവേശന കവാടമില്ലാത്ത ഏക സംരക്ഷണ കേന്ദ്രമാണ് ഇത്? പറമ്പിക്കുളം. അപ്പൊ കേരളത്തിലൂടെ നമുക്ക് എവിടെ പോകാൻ പറ്റില്ല? പറമ്പിക്കുളത്തിൽ പോകാൻ പറ്റില്ല. പകരം തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ഇത്? പറമ്പിക്കുളം. അപ്പൊ കേരളത്തിലൂടെ പറമ്പിക്കുളത്തേക്ക് പോകുവാൻ സാധിക്കില്ല. പകരം തമിഴ്നാട്ടിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പറമ്പിക്കുളത്തേക്ക് പോകാൻ. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? പറമ്പിക്കുളമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ അതും പറമ്പിക്കുളമാണ്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളമാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനം. അപ്പൊ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കാണപ്പെടുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് അല്ലെങ്കിൽ ദേശീയോദ്യാനമാണ് ഏത്? ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനം. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളമാണ്. ഇനി നമുക്ക് ചെന്തുരുണി കൂടി ഈ ക്ലാസ്സിൽ നോക്കാം. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. അപ്പൊ ചെന്തുരുണി വന്യജീവി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ചോദിച്ചാൽ ഏതാണ്? ചെന്തുരുണിയാണ്. 171 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തീർണം. നിലവിൽ വന്ന വർഷം 1984. അപ്പൊ കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. നിലവിൽ വന്ന വർഷം എന്നാണ്? 1984. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. അപ്പം ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ ചെന്തുരുണിയാണ്. ചെന്തുരുണി വൃക്ഷത്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1984. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ അതേതാണ്? ചെന്തുരുണിയാണ്. ചെന്തുരുണി മരത്തിന്റെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ട ട്രാവൻകോറിക്ക എന്നതാണ്. ഇത് പരീക്ഷകൾ പണ്ട് ചോദിച്ചിരുന്നതാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതത്തിന്റെ
ചെന്തുരുണി മരത്തിന്റെ ശാസ്ത്രീയ നാമം ഏതാണ്? ഗ്ലൂട്ട ട്രാവൻകൂറിക്കയാണ്. അതുപോലെ തന്നെ തൊടാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന വൃക്ഷം ഏതെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? ചെന്തുരുണിയാണ്. അധികം പുസ്തകങ്ങളിൽ ഒന്നും കണ്ടുവരാത്ത ഒരു ചോദ്യമാണ്. തൊടാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന വൃക്ഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചെന്തുരുണി വൃക്ഷമാണ്. ചെന്തുരുണി മരത്തിന്റെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ ഗ്ലൂട്ട ട്രാവൻകൂറിക്കയാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ്. അപ്പൊ ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ്.